എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ചിന്തിക്കാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, ജനറേഷൻ ഗ്യാപ്പ്. രണ്ട് തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പ്, ഒരു വലിയൊരു വ്യത്യാസം, ഒരു അകൽച്ച. എന്തുകൊണ്ട്? ഒരുപക്ഷെ മാതാപിതാക്കളായ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, കുട്ടികൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ചെറുപ്പം ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യവും ഇന്നത്തെ കുട്ടികളുടെ ചെറുപ്പകാലവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിനൊക്കെ അവരിപ്പോൾ തമാശയ്ക്ക് പറയുന്നുണ്ട്, എന്നോടൊക്കെ പറയുന്നതൊക്കെ ഇതൊരു തന്തവൈബാണ്. തന്തവൈബ്, തള്ളവൈബ്. അത് ഈ പിള്ളേർ വൈബായിട്ട് ഒരിക്കലും യോജിക്കാതെ പോകാൻ കാരണം നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവർ നമ്മളെ മനസ്സിലാക്കാൻ ഇല്ല എന്നാണ് നമ്മൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്താറ്. സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് അനുഭവിച്ച പല കഷ്ടതകളും, യാത്ര ചെയ്യുമ്പം അല്ല സ്കൂളിലേക്ക് പോകാനൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളും, ഒരുപാട് ദൂരങ്ങളൊക്കെ നടന്ന് പുഴയും വയലൊക്കെ കടന്ന് ഒരുപക്ഷെ ചെരുപ്പ് പോലും ഇല്ലാതൊക്കെ നടന്നു പോയിട്ടാണ് നമ്മൾ ഈ വിദ്യാഭ്യാസമൊക്കെ കഴിച്ചത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വീട്ടിൻ്റെ മുമ്പിൽ, നമ്മുടെ ഗേറ്റിൽ വാഹനം വരുന്നു, അവിടെ കയറി പോകുന്നു, പഠനം കഴിയുന്നവർ തിരിച്ചു വരുന്നു, വീട്ടിൻ്റെ മുമ്പിലെത്തുന്നു. അങ്ങനെ പുറം ലോകത്ത് അധികം ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നില്ല, നടക്കേണ്ട ആവശ്യം വരുന്നില്ല, മഴ കൊള്ളേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മളുടെ കണ്ണിൽ അവരേറ്റവും സുഖലോലുപരായിട്ട് കഴിയുകയാണ്. പിന്നെ എന്തുകൊണ്ട് അവർക്ക് പഠിച്ചുകൂടാ? എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? നമ്മളൊക്കെ ഇന്ന് നേടിയതും ഈ ഒരു സ്ഥാനത്തെത്തിയതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്നൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ, അല്ല വലിയൊരു പ്രബന്ധം കണക്ക് നമ്മൾ അവതരിപ്പിച്ച അവർ മുമ്പെന്ന് അവർ മുമ്പിൽ വലിയ ആളാവനാണെന്നോ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പലതും സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ശ്രമം വേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ശ്രമിച്ചാൽ തന്നെ അതൊരു വിഫല ശ്രമം തന്നെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? കാരണം പരസ്പരം നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് മക്കളെ മനസ്സിലാവുന്നില്ല, മക്കൾക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മുടെ എപ്പോഴുള്ള പരാതി. എന്തുകൊണ്ട്? ഈ എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തും, അല്ലെങ്കിൽ ഈ രണ്ട് തലമുറകൾ തമ്മിലുള്ള ഈ ഗ്യാപ്പ്, ഈ ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഉള്ളിലും ഒരു കാര്യം സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനൊക്കെ നമ്മളോടൊക്കെ പലപ്പോഴും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും ഉപരിയായിട്ട് വളരെ ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിരുന്നു, ഡെഡ് സീരിയസ്. അവിടെയൊക്കെ നമുക്ക് ആശ്രയമായിട്ട് വന്നത്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് നമ്മുടെ അമ്മയാണ്. അമ്മയോട് നമുക്ക് എന്തും പറയാം, പിണങ്ങാം, ലഹള കൂടാം. പക്ഷേ അച്ഛനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അമ്മ മുഖേന മാത്രം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പലരും അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നുള്ള മാതാപിതാക്കളും കുറച്ച് മാറി. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം പോയി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മളൊക്കെ ചെന്നെത്തി. എന്താണത്? സ്നേഹം. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല, നമ്മൾ പഠിച്ച കാലഘട്ടം പോലെയല്ല ഇന്നത്തെ കുട്ടികൾക്ക്. നമ്മളെക്കാട്ടും അവർക്ക് നോളേജ് ഉണ്ട്. ഒരുപക്ഷെ പ്രാക്ടിക്കൽ ഇല്ലെങ്കിലും അവരൊരുപാട് അക്കാദമിക് നോളേജ് അവർക്കുണ്ട്. അവർ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് പലതും ചെയ്തതായിരിക്കാം. അപ്പോൾ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ നോളേജ് പലപ്പോഴും അവിടെ നമുക്കൊരു പ്രയോജനപ്പെടുത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. കാരണം ഇന്നത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അവരെല്ലാം ഒരു വിരൽത്തുമ്പിൽ ഈ ഇന്നത്തെ ടെക്നോളജി, മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പഴയ ആ കഥകളും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ നോളജും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടാൻ പറ്റില്ല. പക്ഷേ മക്കളെ സ്നേഹിക്കുക.
മക്കളുമായിട്ട് നമ്മളൊരു ബോണ്ടിങ് ഉണ്ടാക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമുക്ക് എന്നും പേടിയായിരുന്നു നമ്മുടെ സ്വന്തം അച്ഛനെ. പക്ഷെ നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ അച്ഛൻ നമ്മളെ മകനുമായിട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറും കൊച്ചുമോനും അപ്പൂപ്പനായിട്ട് വലിയൊരു ബോണ്ടിങ്ങാണ്. അവർ വലിയ സ്നേഹത്തിലാണ്. കാരണം അവിടെ അറിവിൻ്റെയോ അറിവുകേടിൻ്റെയോ അല്ലെങ്കിൽ അറിവിൻ്റെ വ്യാപ്തി കൂടിയതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അവർ തമ്മിൽ സ്നേഹമാണ്. മക്കളോട് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ അവർക്ക് അടുപ്പുണ്ട്. അപ്പോൾ അതേ തന്ത്രം നമുക്ക് ഉപയോഗിച്ചാലോ? നമുക്ക് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാം, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം, അവരോട് ചേർന്ന് നിൽക്കാം. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അവർക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുക, അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടാവും എന്നൊരു തോന്നൽ സൃഷ്ടിക്കുക. അല്ലെങ്കിൽ ശരിയായൊരു ധാരണ അവരിലുണ്ടാക്കിയെടുത്താൽ അവർക്കൊരു ആത്മവിശ്വാസം കിട്ടും. നമ്മളിന്നും കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടാവും. അവരുടെ എന്ത് പ്രശ്നങ്ങളും അവർ നമ്മളോട് പറയും. അങ്ങനെ അച്ഛനും അമ്മയും അവരുടെ നല്ല സുഹൃത്തുക്കളായി മാറുമ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയിട്ട് അവർ പെടില്ല. ഇന്നത്തെ ഇപ്പം നടക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഈ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ വന്ന് പഠിക്കുന്നതിനും മോശമായ രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ പോകുന്നതിലും കൂട്ടുകെട്ടിൽ പെടുന്നതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടും. അല്ലെങ്കിൽ താൽക്കാലികമായി കിട്ടുന്ന ആ പല ബന്ധങ്ങളും ആണ് അവരുടെ യഥാർത്ഥ ബന്ധമെന്നും യഥാർത്ഥ സ്നേഹമെന്നും മനസ്സിലാക്കിയവർ പല മോശമായ വഴിക്കും പോകും. അപ്പം അച്ഛനും മക്കളുമായിട്ട് അല്ലെ അമ്മയും മക്കളുമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ കാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്നു പറയും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും അവർ. അങ്ങനൊരു സ്ഥിതി നമ്മൾ വീട്ടിൽ സൃഷ്ടിക്കണം. പ്രത്യേകിച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഒരു ബാലന്മാരിലും കുറച്ച് മുന്നോട്ട് പോകുന്നതോടും നമ്മൾ അവരുടെ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയും, നമുക്ക് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രശ്നത്തിൽ പെടുമ്പം അവർ ഒറ്റപ്പെട്ടു എന്ന് തോന്നരുത് വരുന്നത്. അവർക്കെല്ലാം തുറന്നു പറയാൻ നമ്മളവിടെ ഉള്ളപ്പം നമ്മുടെ ആ ഒരു അവർക്കൊരു ഡിപ്പെൻഡൻസി എന്ന് പറയില്ലേ, നമ്മളോട് ബന്ധപ്പെടാനും നമ്മളോട് എല്ലാം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും അതിനുള്ള പരിഹാരം കാണാനും ഉള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മുടെ കുട്ടികൾ. തീർച്ചയായും നമ്മൾ അവരോട് സ്നേഹത്തോടെ ചോദിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് കൂടാതെ ചോദിച്ച് മനസ്സിലാക്കുക, അതിന് പരിഹാരം നിർദ്ദേശിക്കുക, അവരോട് ചേർന്ന് നിൽക്കുക. അവർക്ക് സപ്പോർട്ടായി നിന്നാൽ അവരൊരു മോശമായ ഒരു വഴിക്കും പോവില്ല. ഈ മയക്കുമരുന്നിനോ അതുപോലെ വേറെ എന്ത് കാര്യത്തിനായാലും. ഒരു പ്രണയത്തിൽ പോലും പെട്ടാൽ ഒരുപക്ഷെ അച്ഛനോട് ആദ്യം കാര്യങ്ങൾ പറയുന്ന പല മക്കളെ എനിക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. അവർക്ക് നമ്മൾ അവരെ മുമ്പിൽ അവരെ കണ്ണിൽ നമ്മൾ ശത്രുവോ ഒരു വില്ലനോ ആവാതെ അവരോട് ചേർന്ന് നിന്ന് നോക്കൂ. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു തുടക്കത്തിലെ ആ അവസ്ഥയിൽ തന്നെ, ആ മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞ് നമുക്ക് നല്ല വഴിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടു, മക്കളെ സ്നേഹിക്കുക. ഒരു ഉപാധികളില്ലാതെ നിരുപാധികമായിട്ട് അവർ സ്നേഹിക്കുക. അപ്പോൾ അവർക്കും നമ്മളെ സ്നേഹിക്കാൻ തോന്നും. അവർക്ക് മനസ്സിലാവും ഒരു പ്രായമാകുമ്പോൾ. ചിലപ്പോൾ കൊച്ചു പിള്ളേർക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവില്ലായിരിക്കും. പിന്നീട് അവർക്ക് മനസ്സിലാവും അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. അതിലൂടെ അവർ നല്ല പൗരന്മാരായിട്ട് വളരും. സമൂഹത്തിനും കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടിയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തരായി മാറും. അവരെ ആ പ്രാപ്തരാക്കി മാറ്റാൻ നമുക്ക് തീർച്ചയായും കുട്ടികളായിട്ടൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചേ പറ്റൂ. ഇനിയും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഒരുപാട്. വീഡിയോ എന്തായാലും നീണ്ടുപോയതിൻ്റെ പേരിൽ ഞാനിവിടെ നിർത്തുന്നു. ഇനി ഇതിന് തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എനിക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ കൂടെ നിന്നവർക്കും എന്നെ അനുകൂലിച്ചവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.